ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് കൊള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാനിന്ന് വറ്റിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ടൗണിലൊക്കെ പോയാൽ നമുക്ക് കിട്ടില്ലേ നൂല് വണ്ടിയിലൊക്കെ ഉണ്ടാകുന്നത്, നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ കൊള്ളിലെ മണ്ണൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കിഴങ്ങെല്ലാം ഞാനിതാ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ നമ്മുടെ മിക്സിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ദൈ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ നമ്മുടെ കിഴങ്ങ് ഇതുപോലെ നൈസായി കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കണം. പിന്നെ മോനാണ് കേട്ടോ കട്ട് ചെയ്ത് തരുന്നത്. അവനിത് കണ്ടപ്പോൾ കട്ട് ചെയ്യണമെന്നൊരു പൂതി. അങ്ങനെ എല്ലാ കൊള്ളിയും ഞാനിതാ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. അതിന് ഞാനിതാ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് വറുത്തെടുക്കുന്നത് രുചി ഗോൾഡ് ഓയിലാണ് കേട്ടോ. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ കിഴങ്ങിനെ വിടത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊള്ളി കട്ട് ചെയ്ത് നൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കിളറ് മാറണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചിപ്സ് കരിഞ്ഞു പോകുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കമ്മിയായിരിക്കുന്നു. കേട്ടില്ല, പക്ഷെ ഇത്രയും പൊയ്ക്കാൻ കുറേ നേരം ചിപ്സ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാടൊന്നും ഇട്ട് കൊടുത്തത് വറുത്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിപ്സ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കട്ടി പിടിക്കുകയുള്ളൂ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് സമയം നിന്നിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കൊള്ളിവറ്റലൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ഇത്തിരി ചെറുതായി പോയി കേട്ടോ. കുറച്ചും കൂടെ വലുപ്പമുണ്ടെങ്കിൽ ഇത്തിരി കൂടി നന്നായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. നമുക്കിതിലേക്ക് ഇത്തിരി മുളക് പൊടി ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഉപ്പൊക്കെ ആവശ്യത്തിന് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പിയാണെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.